ആവശ്യമില്ലാതെ തുടങ്ങാം. മോഹൻലാൽ അർജുനനെങ്കിൽ ആന്റണി പെരുമ്പാവൂർ കൃഷ്ണൻ. ആ ബന്ധത്തെ വിശേഷിപ്പിക്കുവാൻ ഇതിലും നല്ലൊരു വാക്യമില്ല. ലാലേട്ടന്റെ ആന്റണി എന്ന ഒറ്റ വിളിയിൽ മാറിപ്പോയ ജീവിതമാണ് ആന്റണി പെരുമ്പാവൂർ എന്ന മലയക്കുടി ജോസഫ് ആന്റണിയുടേത്. നടൻ ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത പട്ടണപ്രവേശനം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് മോഹൻലാലും ആന്റണിയും ആദ്യമായി കണ്ടുമുട്ടുന്നു. ഒരു ഡ്രൈവറായിരുന്ന ആന്റണി ഒരിക്കൽ അമ്പലമുകളിലെ വീട്ടിൽ പോയി ലാലേട്ടനെ സെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതോടുകൂടിയാണ് ലാലേട്ടനുമായുള്ള സൗഹൃദത്തിന്റെ തുടക്കം. ലാലേട്ടന്റെ സ്ഥിരം ഡ്രൈവറായി തുടക്കമിട്ടുവെങ്കിലും ക്രമേണ മാനേജരും നിത്യജീവിതത്തിലെ നല്ലൊരു സുഹൃത്തുമായി മാറി ആന്റണി പെരുമ്പാവൂർ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ലാലേട്ടൻ ചിത്രങ്ങൾ നിർമ്മിച്ച മലയാള സിനിമ മുൻനിര നിർമ്മാതാവായും ആന്റണി പെരുമ്പാവൂർ മാറുകയായിരുന്നു. ഇന്ന് ലാലേട്ടന്റെ സന്തത സഹചാരി എന്നതിലുപരി അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ റിലീസ് തീരുമാനിക്കുന്നത് പോലും ആന്റണി പെരുമ്പാവൂരാണ്. അപ്പോൾ ഇന്നത്തെ എന്റെ യാത്ര എവിടേക്കാണെന്ന് മനസ്സിലായിട്ടുണ്ടാകാം. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ വീട്ടിലേക്ക് തന്നെയാണ്. പോകുന്ന സ്ഥലം കൃത്യമായി പറയുന്നു, എറണാകുളം പെരുമ്പാവൂർ. അവിടെ നിന്നും പ്രശസ്തമായ ഇരിങ്ങോൾക്കാവ് പോകുന്ന വഴിക്ക് പട്ടാൽ. അവിടെ തന്നെയാണ് നമ്മുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ വീട് വരുന്നത്. ഷൂട്ടിംഗ് സെറ്റിൽ താൽക്കാലിക ഡ്രൈവർ ആകുവാനുള്ള അവസരം ആന്റണി പെരുമ്പാവൂരിന് ലഭിച്ചു. അങ്ങനെ 22 ദിവസത്തോളം ലാലേട്ടന്റെ സാരഥിയായി. പണ്ടുമുതലേ ലാലേട്ടന്റെ വലിയ ആരാധകനായ ആന്റണിക്ക് ലഭിച്ച ഇരട്ടി ഭാഗ്യമായിരുന്നു അത്. ഷൂട്ടിംഗ് പൂർത്തിയായതോടുകൂടി തന്റെ പ്രിയ താരത്തോട് യാത്ര പറഞ്ഞ് ആന്റണി മടങ്ങുകയും ചെയ്തു. പക്ഷേ തനിക്ക് ഇതേ അവസരം വീണ്ടും ലഭിക്കുമെന്ന് ആന്റണി സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. മാസങ്ങൾക്കു ശേഷം അമ്പലമുകളിൽ നടന്ന ലാലേട്ടന്റെ മൂന്നാമുറ എന്ന ചിത്രത്തിന്റെ ഷൂട്ട് കാണാനായി ആന്റണി എത്തുന്നു. അവിടെ വച്ച് ആന്റണിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ലാലേട്ടൻ ആന്റണിയെ വിളിച്ചു. തന്നെ ആയിരിക്കില്ലെന്ന് ശങ്കിച്ചു നിന്ന ആന്റണിയെ ലാലേട്ടൻ വീണ്ടും കൈവീശി കാണിച്ചതോടുകൂടി ഉൾക്കൊള്ളാൻ പ്രയാസപ്പെട്ടാണെങ്കിലും തന്നെ എന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് വീണ്ടും ആന്റണി പെരുമ്പാവൂർ ലാലേട്ടന്റെ ഡ്രൈവറായി മാറുകയായിരുന്നു. ആ യാത്രകൾക്കിടയിലാകാം തന്നോടുള്ള ആന്റണിയുടെ കടുത്ത ആരാധനയും വിശ്വാസ്യതയും ലാലേട്ടന് മനസ്സിലായത്. മൂന്നാം മുറയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂരിനെ ഞെട്ടിച്ചുകൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ ചോദിച്ചു, പോരുന്നോ എന്റെ കൂടെ? അവിടെ ആന്റണിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതായി വന്നില്ല. അങ്ങനെ ഇന്ന് കാണുന്ന അത്ഭുത കൂട്ടുകെട്ടിന്റെ വളർച്ച അന്നു മുതൽ തുടങ്ങുകയായിരുന്നു. അങ്ങനെ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര ആന്റണി പെരുമ്പാവൂരിന്റെ വീടിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നു. ലാലേട്ടന്റെ സ്ഥിരം ഡ്രൈവറായി തുടക്കമിട്ടുവെങ്കിലും പിന്നീട് മാനേജറായും നിത്യജീവിതത്തിലെ നല്ലൊരു സുഹൃത്തായും ആന്റണി പെരുമ്പാവൂർ മാറുകയായിരുന്നുവല്ലോ. തുടർന്ന് 2000-ൽ നരസിംഹം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമ നിർമ്മിച്ചുകൊണ്ടായിരുന്നു ആന്റണി പെരുമ്പാവൂർ നിർമ്മാണ രംഗത്തേക്ക് കടന്നുവന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ലാലേട്ടനെ നായകനാക്കി 39 സിനിമകൾ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ചു. മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ നരൻ, ദൃശ്യം, ലൂസിഫർ എന്നിവയൊക്കെ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ പിറന്ന ചിത്രങ്ങളാണ്. ആന്റണി എന്റെ കൂടെ പോരുന്നു, എന്റെ കൂടെ പോരെ എന്ന് പറഞ്ഞു. ആ സമയം മുതൽ ഈ സമയം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയം വരെ എനിക്ക് എന്റെ ജീവിതത്തിലെല്ലാം മോഹൻലാലിനെ നായകനാക്കിയല്ലാതെ ആന്റണി പെരുമ്പാവൂർ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ അത് പ്രണവ് മോഹൻലാൽ നായകനായ ആദി എന്ന ചിത്രമാണ്. അഭിനയമോഹവും ഏറെയുള്ള ആന്റണി പല ചിത്രങ്ങളിലും ചെറിയ വേഷങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ലോക സിനിമാ ഭൂപടത്തിൽ മികച്ച സിനിമകളോടെ മലയാളം അടയാളപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അറിയുക, ഒരു വ്യവസായം എന്ന നിലയിൽ ഇന്ത്യയിൽ വളർച്ചയില്ലാത്ത ഒരു മേഖലയായിരുന്നു മലയാള സിനിമ. ഇന്ന് മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്ന മലയാള ചിത്രം OTT-യിൽ പോലും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയെങ്കിൽ അതിന് പിന്നിൽ ഈ പെരുമ്പാവൂരുകാരന്റെ തന്ത്രം എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്.
അതിലും എടുത്തു പറയേണ്ടത് ദൃശ്യം മാജിക് ആണ്. പുലിമുരുകന്റെ 100 കോടി ക്ലബിലേക്ക് പോലും വഴി തുറന്നത് ദൃശ്യത്തിന്റെ സമാനതകളില്ലാത്ത വിജയമായിരുന്നു. ദൃശ്യം നിർമ്മിക്കുമ്പോൾ ആശീർവാദ് മൂവീസിന് ചിലവ് 15 കോടി രൂപ. എന്നാൽ തിയേറ്ററിലെ വരുമാനവും അവകാശ വിൽപ്പനയും എല്ലാം ചേർത്ത് ദൃശ്യം നടത്തിയത് 100 കോടി രൂപയുടെ ബിസിനസ്. ദൃശ്യത്തിന്റെ ചൈനീസ് പതിപ്പ് നടത്തിയത് $17 കോടി ബിസിനസ് ആണ്. കരിയറിലുള്ള എല്ലാ ഉയർച്ചയുടെയും അല്ലെങ്കിൽ എന്റെ എല്ലാ നന്മയുടെയും പുറകിൽ ആന്റണി പെരുമ്പാവൂർ എന്നുള്ള ഒരു വ്യക്തിയുണ്ട്. അത് സത്യമാണ്. ചൈനയുടെ ഇടത്തരം സിനിമാ ബിസിനസ്സിൽ നടന്ന ഈ കച്ചവടം വൻകിടക്കാരെ പോലും ഞെട്ടിച്ചിരുന്നു. OTT പ്ലാറ്റ്ഫോമുകളിൽ ദൃശ്യം ജനങ്ങൾ തുടർച്ചയായി കണ്ടുകൊണ്ടേയിരുന്നു. കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷയിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ദൃശ്യം തന്നെയാണ്. മോഹൻലാൽ എന്ന നടനും ആന്റണി പെരുമ്പാവൂരും ആശീർവാദ് സിനിമാസും ലോകത്തിലെ എല്ലാ സിനിമാ കച്ചവടക്കാരുടെയും കണ്ണിൽ പെടാനിടയാക്കിയത് 15 കോടി രൂപയുടെ ഈ സിനിമ തന്നെയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ പിന്നീട് നടന്ന കച്ചവടങ്ങൾ ശ്രദ്ധിക്കണം. ലാലേട്ടന്റെ താരമൂല്യവും പൃഥ്വിരാജിന്റെ മികവും ചേർന്നുണ്ടായ ലൂസിഫർ എന്ന ചിത്രം കളക്ട് ചെയ്തത് 200 കോടി രൂപ. ഇതെല്ലാം തന്നെ ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിന്റെ മാർക്കറ്റ് വാല്യൂ ഉയർത്തുകയായിരുന്നു. ഇനി ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ആളോട് എന്താണ് പറയാനുള്ളത്? ആന്റണി പെരുമ്പാവൂർ എന്താണ് ഇപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും എപ്പോഴും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി ഒരു ചിത്രം എന്ന നിലയിൽ ലാലേട്ടൻ നായകനായെത്തിയ ബറോസ് എന്ന ചിത്രത്തിനു വേണ്ടി ആന്റണി പെരുമ്പാവൂർ ചിലവഴിച്ചത് 100 കോടി രൂപ. തുല്യമായ തുക എമ്പുരാന് വേണ്ടിയും മുടക്കി. രാജ്യത്തെ ഒരു നിർമ്മാതാവും തുടർച്ചയായി 4 സിനിമകൾക്ക് വേണ്ടി 100 കോടി രൂപ മുടക്കിയ ചരിത്രമില്ല. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല ആന്റണി പെരുമ്പാവൂർ എന്ന മനുഷ്യന്റെ കഴിവ്. ഇപ്പോഴിതാ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും ചൈനീസ് കമ്പനികളുമായി ചേർന്ന് നിർമ്മാണ കമ്പനി തുടങ്ങിക്കഴിഞ്ഞു. ഇതിലൂടെ ലാലേട്ടന്റെ മലയാള സിനിമകൾ ഇനി ചൈനയിലേക്കും. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക്. ലാലേട്ടനും ഡ്രൈവർ ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള സൗഹൃദത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആ കഥ ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് തന്നെ പ്രമേയമായി എന്ന് വരും. എന്തായാലും ഭാഗ്യം തുണച്ച ആന്റണി പെരുമ്പാവൂർ എന്ന ഡ്രൈവറിന്റെ ജീവിതം കുടിലിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന കൊട്ടാര തുല്യമായ വീട്ടിലേക്ക് എത്തിയെങ്കിൽ അതൊരു അത്ഭുതം തന്നെയാണല്ലേ. എന്തായാലും ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിന്റെ വീട് കാണുവാൻ നമുക്ക് സാധിച്ചു. എന്റെ അവസാന ശ്വാസം വരെ ആന്റണി പെരുമ്പാവൂർ എന്റെ കൂടെ ഉണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു മൊമെന്റോ അല്ല, ഞാൻ എന്റെ ജീവിതം ആന്റണി ഏൽപ്പിക്കുകയാണ്. ഇവിടെ നിന്നും നേരെ എന്റെ യാത്ര പുലിവാൽ കല്യാണം എന്ന മലയാള സിനിമയിലൂടെ മലയാളികൾ ഏറ്റെടുത്ത നടി. ഒത്തിരി മലയാളം സിനിമകളിൽ തിളങ്ങിയ ആ നടിയുടെ വീട് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. അപ്പോൾ അടുത്ത വീഡിയോ അത് തന്നെയാകട്ടെ. അതുവരെ ശുഭദിനം.